മനുഷ്യന്റെ ഉറക്കവും പോയല്ലോ. അച്ഛന് മാത്രമാണെങ്കിൽ ബുദ്ധിയില്ലാത്തോണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ഇക്കാലത്ത് എനിക്ക് ആ കൊച്ചു പെണ്ണും പറഞ്ഞ എന്തൊരു പ്രശ്നമുണ്ടെന്നോ, എന്തെങ്കിലും പ്രശ്നം ഇനി കാണും. ടെൻഷൻ ആയല്ലേ. ഞാൻ ടെൻഷൻ അടിക്കണം. ഇവൾ അഥവാ അവനുമായിട്ട് എന്തെങ്കിലും അങ്ങനത്തെ കമ്പനി ഉണ്ടെങ്കിൽ ഇവളാ ചാറ്റിലത് കാണുമല്ലോ. ചാറ്റ് നൈസായിട്ട് ഫോൺ എടുക്കുന്നു, നോക്കുന്നു, പ്രശ്നം തോന്നും. വേണ്ട, വെറുതെ ഓരോ ആവശ്യമില്ലാത്ത പ്രശ്നത്തിലോട്ട് പോകും. എന്തോന്ന് പ്രശ്നത്തിൽ പോവാൻ? ഒരു ഭർത്താവിന് ഒരു ഭാര്യ ഫോൺ എടുത്ത് നോക്കിക്കൂടി, ഒരു പ്രശ്നമില്ല. ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ. ഇവള് ഹൈഡ് ചെയ്തിട്ടേക്കല്ലോ തന്നെ. ചിന്നു, 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 ചിന്നു. എനിക്ക് ഉറക്കം വേണില്ല ചിന്നു. ഞാൻ എന്തോ ചെയ്യാൻ? നീ ഒരു 5 മിനിറ്റ് സംസാരിക്കടി. എന്നെ വിളിച്ചിരുന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ വിളിക്കാൻ പറ്റുള്ളൂ. ഉണർന്നിരുന്ന പിന്നെ വിളിക്കാൻ പറ്റില്ല ചേട്ടാ. കുണുകുണാന്ന് ചെവിക്കാതെ വന്നു. എന്തോ എന്റെ തൊണ്ടയൊക്കെ വരണ്ട്. എനിക്ക് തലവേദന, കണ്ണുവേദന എടുക്കണം. എനിക്ക് എന്നാ പോയി വെള്ളം കുടി. കണ്ണുവേദന മാറാനാ? എന്തോ ചേട്ടാ, എത്ര പണിയായിട്ടാണ് ഞാൻ വന്ന് കിടക്കണത്. എനിക്കൊന്ന് ഉറങ്ങാൻ സമ്മതിക്കന്നെ. നീയൊക്കെ ഉറങ്ങടി. എന്താണ് പ്രശ്നം? എന്താണ്? നീ കിടന്ന് ഉറങ്ങും. നീ കിടന്നു. ഓ, കാര്യം പറ. എന്താണ്? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്തോന്ന്? നീ എന്താ വിചാരിക്കൂ? ചേട്ടാ, ഇനി ഉറങ്ങാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വല്ലതും വിചാരിക്കും. ചേട്ടാ പറ, എന്തുവാണ്? അപ്പൊ ഞാൻ എന്തെങ്കിലും വിചാരിച്ചല്ലേ? ഞാൻ ഉറങ്ങട്ടെ. അതായത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു ഫ്രണ്ട്, വേറൊരു പയ്യെ, അവര് ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോഴും വേറെ ഒരു അച്ഛൻ, പിന്നെ ഒരു കൊച്ചുമോള്, അവര് തമ്മിൽ സംസാരിച്ച്. ഇവരാരും അല്ലാത്ത ഒരാളുണ്ട്. അയാൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഉറങ്ങണ നീ? ഉറങ്ങണ നീ ഇരുന്ന്? ഉറങ്ങാനല്ലേ കഥ പറഞ്ഞു. നീ ഉറങ്ങി കയറ്റിക്കൊടു. നീ ഉറങ്ങ. ചേട്ടൻ എന്തോ ചേട്ടാ എന്നെ വിളിക്കുന്നു, കഥ പറയുന്നു, ഉറങ്ങാൻ സമയങ്ങളില്ല. എന്താണ് ചേട്ടാ പ്രശ്നം? ഇപ്പൊ എനിക്കാണ് പ്രശ്നം. ഞാൻ ഇന്നത്തോട്ട് ഇതിന്റെ അകത്ത് കയറിയിട്ട് ഡോറ് ലോക്ക് ചെയ്യും. ഞാൻ പറഞ്ഞേ അല്ല അവര് പറഞ്ഞത്. എന്റെ അച്ഛനും കൊച്ചുമോളും. ചേട്ടൻ വല്ല സ്വപ്നവും കണ്ട? എന്റെ സ്വപ്നങ്ങളൊക്കെ വീണ് പൊളിഞ്ഞു. എന്റെ ദൈവമേ, ക്ഷമ പറഞ്ഞേ. ചിന്നു, നെഞ്ച് വേന എടുക്കണം. ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? തടവി തരട്ടെ. ഉറങ്ങണില്ലേ? തലവേദനയാണെന്ന് തോന്നുന്നു. തലവേദന, ടെൻഷൻ, ഉറക്കമില്ലായ്മ, ഇതെല്ലാം മനുഷ്യനല്ലാതെ കൂടി. ചേട്ടാ വാ അടച്ചു പോയി. തടവി തന്നോണ്ടിരിക്കല്ലേ, മിണ്ടായി. എനിക്ക് അയ്യേ. എന്ത് ചേട്ടാ ചേട്ടന് കുഴപ്പം? എന്താ അവർക്ക് കടിയാ പല്ലു? മനുഷ്യന്റെ മനസ്സിൽ ഓരോ വിഷവും കോരി ഇട്ടിട്ട് അവരങ്ങ് ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവന്റെ ഉറക്കവും പോയി, എല്ലാം പോയി. അച്ഛനാണ് മെയിൻ ആയിട്ടുള്ള നമുക്കായോ കുറ്റം? അച്ഛന്റെ ഓരോ പഴയ ചിന്താഗതി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ കൊച്ചു കുട്ടിയല്ലേ, നിനക്കെങ്കിലും അങ്ങനെ മാറ്റി ചിന്തിച്ചൂടെ? എന്ത് വിശാലോട് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്റെ മനസ്സിലുള്ള വിഷം എല്ലാം കൂടെ കോഴിയിട്ട് ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവായി. നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. ഇതിപ്പോ ഞാൻ ഇപ്പൊ എന്ത് എന്റെ സമാധാനം പോയി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? കടിച്ച പാമ്പിനെ വെച്ച് വിഷമെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നിനക്കറിയാമോ? പാമ്പ് നമ്മളെ കടിച്ചെന്ന് വെച്ചോ, ആ പാമ്പിനെ വിളിച്ചു വരുത്തി ഏത് കാലിൽ കൊത്തിയോ ആ കാലിൽ കൊത്തിപ്പിച്ച് വിഷമെടുക്കും. വിഷമെടുക്കുമ്പോ എന്ത് ചെയ്യും? പാമ്പ് ചത്തു.
അവൻ ജീവിക്കുകയും ചെയ്യും. പക്ഷെ 8 അടി മൂർഖനാണെങ്കിൽ പറ്റിയൊന്നുമില്ല. ആ. അത് കളി വേറെ ലെവലാണ്. നമ്മൾ വിചാരിക്കും പോലെ ഒന്നും നിൽക്കില്ല. ഇങ്ങനെ എന്തല്ലേ പറയണത്? എന്ത് കണ്ടിട്ടില്ലേ നീ മൂർഖന്റെ കളി കണ്ടിട്ടില്ലേ? അച്ഛൻ എന്തല്ലേ പറയണത്? ഞാൻ എന്തൊരു പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ? 8 അടി മൂർഖന്റെ കളി കണ്ടിട്ടുണ്ടാ? നമ്മളിവിടെ ചിന്നുന്റെ കാര്യമല്ല അച്ഛാ പറഞ്ഞോണ്ടിരുന്നത്. എടാ ചിന്നുന്റെ കാര്യം പറഞ്ഞാൽ ചിന്നുന്റെ കാര്യം പറയണം, അല്ല പാമ്പിന്റെ കാര്യമല്ല ഇവിടെ പറയാനുള്ളത് കേട്ടാ. എന്താ ഇത്? എന്താടാ ഇത്? ഒന്നുമില്ല അപ്പൊ ഒന്നുമില്ല. അങ്ങനെ വിഷമിക്കാതെ പോട്ടെ, സാരമില്ല. ഞാൻ ഒരു ഐഡിയ ഉണ്ട്, പറയട്ടെ. പറ. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? ഇവിടത്തെ അല്ല, നേരത്തെ എന്തായിരുന്നു പ്രശ്നം? അത് പിന്നെ ചിന്നുന്റെ ചിന്നു അപ്പച്ചെ ഒരു ഫ്രണ്ട് വന്ന് നമ്മുടെ എല്ലാരും മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിച്ചു. അത് കണ്ട് നിങ്ങൾക്ക് ആദ്യമായി. ആദ്യം എങ്ങനെയും മാറ്റണം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഇതേപോലെ നിങ്ങൾ വിളിക്കണം. ആ ഫ്രണ്ട് ഇവിടെ വരുന്നു. എന്നിട്ട് ചിന്നു അപ്പച്ചിയുടെ മുമ്പിൽ വെച്ച് ആ ഫ്രണ്ട് നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ അപ്പച്ചിക്ക് മനസ്സിലാവും ഞാൻ ചെയ്ത തെറ്റാണ്. അത് തന്നെ ഞാനും പറയാൻ വന്നത്. ഞാനും അതാണ് പറയാവുന്നത്. അതെ, അത് തന്നെയാണ്. കൊള്ളാം. പക്ഷെ ഫ്രണ്ട് ഇല്ലേ? അയ്യ, കള്ളക്കാട്ടുകോഴി, നിങ്ങൾക്ക് ഫ്രണ്ട് ഒന്നും ഇല്ലല്ലേ? ഇവിടെ തൊട്ടടുത്തുള്ള ആരെങ്കിലും ഉണ്ടോ? സരിത. സരിത? എന്നാ സരിതയെ വിളിക്കാം.